ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മൾ ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലോഞ്ചിനാണ് വന്നേക്കുന്നത്. ഹോണ്ടയുടെ നിലവിലുള്ള ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റ് ബൈക്കാണ് CB350 സീരീസ് ബൈക്ക്. അതിൽ ഹൈനസും ഉണ്ട്, RS ഉണ്ട്. ഇത് ഓൾറെഡി ആൾക്കാർ അത്യാവശ്യം അവർ യുണീക്കായ രീതിയിൽ കൊണ്ടുവരുന്ന ഒരു ബൈക്കാണ്. ഒരു ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ അത് ഇന്ന രീതിയിൽ കുറച്ച് റെട്രോ സ്റ്റൈലിങ്ങുള്ള ഒരു ബൈക്കാണ്. ഈ റെട്രോ സ്റ്റൈലിങ്ങിനെ കുറച്ചും കൂടി ഒരു യുണീക്ക് ആക്കാനും കുറച്ചും കൂടി ഒരു ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് ഹോണ്ട കുറച്ച് പുതിയ കിറ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 6 തരം കിറ്റ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള പോലെ കസ്റ്റം ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ആ 6 കിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. Let's not waste time. We're going to fly. ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കിറ്റുകളിൽ ആദ്യത്തെ കിറ്റ് ടൂറിസ്റ്റ് കസ്റ്റം എന്ന് പറയുന്ന കിറ്റാണ്. ഇതിൽ വന്ന വ്യത്യാസങ്ങൾ ഇവിടെ ഒരു സ്ട്രൈപ്പ് പോയിട്ടുണ്ട്. പിന്നെ ഫോക്സിന് ഈ ബൂട്ട് വന്നേക്കുന്നു. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയും മണ്ണും ചളിയും ഒന്നും കയറാതിരിക്കുകയാണ്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. പിന്നെ ഒരു ലോങ് ആയിട്ട് ഒരു വൈസർ വന്നിട്ടുണ്ട്. ഇതും നമ്മൾ ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ വിൻഡ് ഡിഫ്ലക്ട് ചെയ്യാൻ ഇറ്റ്സ് വെരി നീഡഡ്. ഒരു വളരെ ആവശ്യമായിട്ടൊരു കിറ്റിന് ആ റൈഡൊക്കെ പോകുന്നവർക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ ഈ നക്കിൾ ഗാർഡ്സ് വന്നിട്ടുണ്ട്. ഇതും വളരെ ലോങ് ഒരു ട്രിപ്പൊക്കെ പോകുമ്പോൾ ആവശ്യമുള്ള ഒരു സാധനമാണ്. നമ്മൾ എവിടെയെങ്കിലും ഇടിച്ചാലോ ഒക്കെ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റുമ്പോൾ ഇറ്റ്സ് വെരി നൈസ്. ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു സേഫ്റ്റിയാണ്. പിന്നെ എല്ലാ ബൈക്സിനും ഇപ്പോൾ വന്നേക്കുന്നതാണ് ഗ്രിപ്പൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് വന്നേക്കുന്നു. താഴെ ഒരു പൈപ്പിന് ഗാർഡ് വന്നിട്ടുണ്ട്. ഈ 2 ഗാർഡും ക്രോം ഫിനിഷിലാണ് ഈ കസ്റ്റമൈസിൽ വരുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ക്രോം ആയിട്ടുള്ള ഒരു ഗാർണിഷ് വരുന്നുണ്ട്. പിന്നെ ഒരു ആഡ് ഓൺ വന്നേക്കുന്നത് വൈഡർ ആയിട്ടുള്ള ഫുഡ് പെഗ്സ് ആണ് ഇപ്പോൾ ഈ കിറ്റിൽ വന്നേക്കുന്നത്. അത് കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്ക് കംഫർട്ട് കിട്ടാനും കാല് വെക്കുമ്പോൾ കുറച്ചൊരു വൈഡുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള. പിന്നെ സീറ്റ്സ് വ്യത്യാസം വന്നിട്ടുണ്ട്. സീറ്റ്സ് കുറച്ചും കൂടെ വൈഡറും കുറച്ച് തിക്കറായിട്ടുണ്ട്. ബാക്കിലും ഇപ്പോൾ ഒരു ഡുവൽ സീറ്റ് പോലെ വന്നേക്കുന്നു. പിന്നെ ബാക്കിലൊരു കാരിയർ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാനിയേഴ്സും വന്നേക്കുന്നു. ഈ ഒരു കിറ്റിന് ആകെ മൊത്തമുള്ള വില 17,600 ആണ് MRP. നമുക്ക് അടുത്ത് നോക്കാം. സോളോ കാരിയർ കസ്റ്റം ഹൈന സീരീസിൽ 2ാമത്തെ കിറ്റാണിത്. ഇത് വന്നേക്കുന്ന ആഡ് ഓൺസ് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ പറഞ്ഞ പോലെ സ്ട്രൈപ്സ് വന്നിട്ടുണ്ട്. ഇവിടെയും ഫ്രണ്ട് ഫോക്സിന് ബൂട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ചെറിയ ഒരു വൈസറാണ് വന്നേക്കുന്നത്. അത് ഈ ഒരു ലുക്കിന് കംപ്ലീറ്റ് ആക്കുന്ന രീതിയിലുള്ള ഒരു വൈസറാണ് വന്നിട്ടുള്ളൂ. നേരത്തെ പോലെ ലോങ് അല്ല. പിന്നെ ഇവിടെയും ഫ്രണ്ട് ഗ്രിപ്പൻസ് വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഈ സൈഡിൽ ഗാർണിഷ് നമുക്ക് ഇവിടെയും കാണാം. സീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വൈഡർ ആയിട്ടുണ്ട്, വലുതായിട്ടുണ്ട്, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബാക്കിൽ കാരിയർ പോലെ വന്നിരിക്കുന്നത്. ഇത് ലോങ് ട്രിപ്സ് ഒക്കെ പോകുമ്പോൾ സിംഗിൾ ആയിട്ടുള്ള ലോങ് ട്രിപ്സ് പോകുമ്പോൾ നമുക്ക് ലഗേജ് കാര്യങ്ങൾ വെക്കാനായിട്ട് ഇവിടെയും നമുക്ക് പാനിയേഴ്സ് വെക്കാനായിട്ടുള്ള ഇവിടെ ചെറിയ ഫിറ്റ്മെൻറ്റ് കാണാൻ പറ്റും. നമുക്ക് സൈഡിൽ ലഗേജ് വെക്കാനായിട്ട്. പിന്നെ ബാക്കിലും ഒരു സ്ട്രൈപ്പ് പോയിട്ടുണ്ട്. ഈ ഒരു കിറ്റിന് 16,200 ആണ് MRP. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കാഫെ റേസർ കസ്റ്റം. ഇതിൽ വന്നിരിക്കുന്ന ആഡ് ഓൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഈ ഒരു സ്ട്രൈപ്പ് വന്നിരിക്കുന്നു. അത് ഇവിടത്തെയും സ്ട്രൈപ്പ് ഒരേ കളറാണ്. ക്രോം ആയിട്ടുള്ള മഡ് ഗാർഡ് വന്നിട്ടുണ്ട്. ഇവിടെയും വൈസർ കൗള് പോലെ വന്നിരിക്കുന്നു. ഒരു കാഫെ റേസർ തീമാണിത്. ഈ സെയിം കാഫെ റേസറിന് ഈ ഒരു കൗൾ തന്നെ RS വന്നിട്ട് നമുക്ക് കാണാം. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയും പറഞ്ഞ ഗ്രിപ്പൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ട്രൈപ്സ് ഞാൻ പറഞ്ഞ ഒരു കാഫെ റേസർ തീമിന് ഒരു CB350 സീരീസിൻ്റെ ഒരു തീമായിട്ട് ഫോളോ ചെയ്യുന്ന സാധനം. അത് ഇവിടെയും സൈഡിൽ ഗാർണിഷ് വന്നിരിക്കുന്നു. പിന്നെ എൻജിൻ ഗാർഡ് താഴെയും മേളിലുണ്ട്. പക്ഷേ ഇവിടെ ഫുഡ് പെഗ്സ് വൈഡർ ആയിട്ടില്ല, സെയിം തന്നെ. ഇവിടെ സീറ്റ് സിംഗിളായി. പിന്നെ ബാക്കിലെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ ഒരു കൗൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ എക്സ്റ്റൻഡും പോയിക്കുന്നു. ഇവിടെ നമുക്ക് ടയർസിലുള്ള ഗാർണിഷ് കാണാൻ പറ്റും. ഈ ഒരു ഫുൾ കിറ്റിന് ഏകദേശം വരുന്നത് 22,200 ആണ് MRP. ഇനി നമുക്ക് അടുത്ത് നോക്കാം. കംഫർട്ട് കസ്റ്റം. ഇതിൽ വന്നേക്കുന്നുള്ള എക്സ്ട്രാ ആഡ് ഓൺസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലും ബൂട്ട് വന്നേക്കുന്നു. ലോങ് വൈസർ ഇതിലും വരുന്നുണ്ട്. നക്കിൾ ഗാർഡ് ഇതിൽ വരുന്നു. ഗ്രിപ്പൻസ് ഇതിൽ വരുന്നുണ്ട്. വൈഡർ ആയിട്ടുള്ള ഫുഡ് പെഗ്സ് വരുന്നുണ്ട്. ഇവിടെയും ഒരു അപ്പർ ബോഡി ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. താഴെ ഒരു ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. ഇവിടെയും സീറ്റ് കുറച്ച് വൈഡറായി, ഇപ്പോൾ ഡബിൾ ആയിട്ടുണ്ട്. മെയിൻ ഒരു വ്യത്യാസം ഇവിടെ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ബാക്കിൽ ഈ ഒരു ബാക്ക് റെസ്റ്റ് വന്നേക്കുന്നതാണ്. ഇതൊരു ഏർബൻ ട്രാഫിക്കിന് പറ്റുന്നൊരു വാഹനമാണ്, കണ്ടാൽ മനസ്സിലാൻ പറ്റും. അപ്പോൾ ഇതൊരു കുറച്ചും കൂടി ഒരു ഏർബൻ സെറ്റിങ്ങിൽ ഇങ്ങനത്തെ ഒരു ബാക്ക് റെസ്റ്റ് ഉള്ളതായിരിക്കും പിലിയൻ റൈഡിന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്നത്. ഒന്നൊരു ഡെയിലി യൂസ് ഡെയിലി കമ്പ്യൂട്ടർ വെഹിക്കിൾ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. ഇതാണ് കംഫർട്ട് കിറ്റ്. ഇതിന് 16,500 രൂപയാണ് MRP വരുന്നത്. ഇനി അടുത്ത് കാഫെ റേസർ കസ്റ്റം. ഇത് RS സീരീസിൽ ആദ്യത്തെ കിറ്റാണ് വരുന്നത്. ഇവിടെ സ്ട്രൈപ്പ് കാണാം. അത് ബോഡി തീമിന് മാച്ചിങ് ആയിട്ട് ഇവിടെ സ്ട്രൈപ്പ് വരുന്നത്. ഹൈനസ്ന്ന് വെച്ചാൽ ഗ്രേ സ്ട്രൈപ്പ് വരുന്നത്. ഇവിടെ നിൽക്കുന്ന വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗൾ നിൽക്കുന്നത് ഒരു കാഫെ റേസർ തീമായിട്ടുള്ള കൗളാണ്. ഇറ്റ് ലുക്സ് വെരി നൈസ്. ഈ ഒരു കംപ്ലീറ്റ് ഒരു ബൈക്കിൻ്റെ ഒരു എസ്തെറ്റിക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ഫ്രണ്ട് ഫോക്സിൽ ബൂട്ട് കാണാൻ പറ്റും.
ഗ്രിപ്പൻസ് കാണാൻ പറ്റും. ഇവിടെ വന്നിരിക്കുന്ന ക്രാഷ് ഗാർഡ് ബ്ലാക്ക് കളറാണ്, താഴെ എഞ്ചിനൊരു ക്രാഷ് ഗാർഡും കൂടി വന്നിരിക്കുന്നത്. പിന്നെ സീറ്റിൽ വന്നിരിക്കുന്ന വ്യത്യാസമാണ്, സീറ്റിൽ ലേശം കൂടെ ഇത് കട്ടി കൂടിയിട്ടുണ്ട്, ഒന്നും കൂടെ കംഫർട്ടബിൾ ആക്കിയിട്ടെന്നാണ് പറയുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഈ ഒരു സാധനം ഈ ഒരു എക്സ്ട്രാ പീസാണ്, ഇത് സീറ്റിൻ്റെ മേളിൽ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പീസാണിത്. ഇതൊരു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീറ്റിൻ്റെ യൂട്ടിലിറ്റിയും പോകുന്നില്ല, എന്നാൽ ഈ ഒരു കാഫെ റേസർ തീം, ഒരു സിംഗിൾ സീറ്റർ തീം കൊണ്ടുവരാനും പറ്റും നമുക്ക്. അതുപോലെ തന്നെ ബാക്കിലും ഈ ഒരു സ്ട്രൈപ്പ് കാണാൻ പറ്റും. ഈ ഒരു കിറ്റിന് 17,500 MRP. ഇനി നമുക്ക് അടുത്ത് നോക്കാം, SUV കസ്റ്റം. ഇത് RS സീരീസ് വന്നിരിക്കുന്ന രണ്ടാമത്തെ കിറ്റാണിത്. ഇവിടെയും നമുക്ക് കാണാൻ പറ്റിയ ഒരു സ്ട്രൈപ്പ് വന്നിട്ടുണ്ട്, പക്ഷേ ഇവിടെ നേരത്തെ RS പോലെ തന്നെ ബോഡി തീമിന് മാച്ചിങ് ആയിട്ടാണ്. ഇവിടെയും ഫ്രണ്ടിൽ ഒരു ബൂട്ട് വന്നിട്ടുണ്ട്, നക്കിൾ ഗാർഡ്സ് വന്നിരിക്കുന്നു, ഗ്രിപ്പൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു മെയിൻ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിലും പിന്നെ ഈ ബാക്കിൽ വന്നിരിക്കുന്ന സാഡിൽ മൗണ്ടുമാണ്. ഈ ഒരു കിറ്റിനാണ് ഒരു ഏറ്റവും കുറവ് കാര്യങ്ങളുള്ള കിറ്റ്സ്. ഇതിന് 7,500 ഇതിൻ്റെ MRP വരുന്നത്. നോട്ട് ചെയ്യണം, ഞാൻ എല്ലാത്തിനും MRP എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രൈസ് ഡീലറിനനുസരിച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്ത് നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റും. അതായത് പുതിയ വാഹനം എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്രൈസിനൊക്കെ കിട്ടാൻ പറ്റും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ കിറ്റ്സ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഓരോ ഇൻഡിവിജ്വൽ പാർട്സ് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രം മതി, പിന്നെ നമുക്ക് സാഡിൽ മൗണ്ട് വേണം, വൈസർ ലോങ് വേണം, അങ്ങനെ ആ രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. അത് ആ പ്രൈസിന് നമുക്ക് ഡീലർ എടുത്തെടുക്കാൻ പറ്റും. സോ ദീസ് ഫോർ ദ 6 ഡിഫറെൻറ്റ് കിറ്റ്സ്. നിങ്ങൾക്ക് ഈ കിറ്റ്സിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്ലൈവീൽ. ഞാൻ നന്ദു. ഇനി അടുത്ത പ്രാവശ്യം വീഡിയോ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്. ബൈ.